അതുപോലെ തന്നെ ജനീലിയ ഹൃദേശ് ദേശ്മുഖ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്നൊരു കപ്പിളാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഒരു വട്ടം എവിടെ ഒരു ഇന്റർവ്യൂല് എന്താ പറയുക, ഞങ്ങൾ ഒരു വട്ടം പോലും ഒരു വാക്ക് തർക്കം ഒരു ആർഗ്യുമെന്റ് ഒന്നും തെറ്റ് വാക്ക് തർക്കം ആർഗ്യുമെന്റ് ഇല്ലാത്തവര് നല്ല റിലേഷൻഷിപ്പ് ഞാൻ ആർഗ്യുമെന്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പാണ് ഞാൻ പറയണേ. മുട്ടൻ അടികൾ ഉണ്ടാവണം. ഞാനത് എവിടെയെങ്കിലും ഡോക്ടർക്ക് എന്തായാലും കാണിച്ചു തരും. മുട്ടൻ അടികൾ ഉണ്ടാവണം. അത് അവര് പറഞ്ഞല്ലേ. നമ്മൾ തമ്മിൽ തല്ലുകൂടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റാൾ പേടിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതായത് തല്ലുകൂടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ അയാളെ ഭയങ്കരമായി പേടിക്കുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിലനിന്ന് പോകാനായിട്ട് ഞാൻ അയാളെ പേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ പോലും പറയാതെ ഞാൻ സ്വയം സഫർ ചെയ്യുന്നിടത്താണ് തല്ലുകൂട്ടില്ലാണ്ടിരിക്കുക. ചിലപ്പോൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കും മെഹർ വന്നിരുന്ന ചില ഡയലോഗുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ മെഹറിന്റെ അടുത്ത് അത് പറയാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാ? ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ മെഹറിന് വിഷമാവോ, അതല്ലെങ്കിൽ ഞാനും മെഹറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ എന്ന് ആലോചിക്കുമ്പോൾ പറയുന്നില്ല. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് അല്ല. മുട്ടൻ അടികൾ ഉണ്ടായിട്ട് ആ അടികളിൽ നിന്ന് തിരിച്ചു വരുന്നവരാണ്. അതായത് നമ്മൾ തല്ലുകൂടുന്നത് എപ്പോഴും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതായത് നമുക്ക് ഒരേ അടി തന്നെ ആവർത്തിക്കരുത്. പുതിയ പുതിയ അടികൾ ഉണ്ടാക്കണം. അതായത് ത്രില്ലിംഗ് ആയിട്ടുള്ള അടികൾ ഉണ്ടാക്കണം. അടി കഴിഞ്ഞിട്ട് കൂട്ടാവുന്നില്ലേ, ഭയങ്കര രസാ അല്ലെ, ഭയങ്കര സ്നേഹം. അപ്പൊ എന്നും ഇങ്ങനെ അടിയിലാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ രസമുള്ളത്? നല്ല നല്ല അടികൾ ഉണ്ടാവും. പക്ഷെ അടി കൂടുമ്പോഴും നമ്മുടെ ഉള്ളില് ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അടി കൂടേണ്ടത്. അടി കൂടുന്ന സമയത്ത് ഞാൻ ജയിക്കണം എന്നുള്ള ചിന്തയിലല്ല അടി കൂടേണ്ടത്. അതായത് ഇതിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് തല്ലുകൂടണം. അതായത് നമ്മളിങ്ങനെ പുറകിലാണെങ്കിലും കൈ മുറുകെ, അതായത് പുറത്തേക്ക് അല്ലെങ്കിലും നമ്മുടെ കൈ വിട്ടിട്ടുണ്ടാവരുത്. രണ്ടുപേരും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചിട്ടായിരിക്കണം അടി മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എപ്പോഴും ഒരു പോസ്റ്റർ കണ്ടത് ഓർക്കുന്നു. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടിയിരിക്കുകയാണ്. പക്ഷെ ആ പോസ്റ്ററിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ നല്ല മഴയത്ത് ഭാര്യ ഇരിക്കുകയാണ്. അത് ആ പോസ്റ്ററിന്റെ ഒരു സംഭവം ഇങ്ങനെയാണ്. നല്ലൊരു മഴയത്ത് ഒരു ഭാര്യ ഇങ്ങനെ ഇരിക്കണം. അപ്പം അവർ തല്ലുകൂടിയിട്ടിരിക്കുക. പക്ഷെ ഭർത്താവ് ഇങ്ങനെ ഗൗരവത്തില് കൊട ഇങ്ങനെ നീട്ടി പിടിച്ചു കൊടുത്തിരിക്കണം. അതിനർത്ഥം അവര് തമ്മില് പുറമേക്ക് തല്ലുകൂട്ടത്തിലാണ്, പക്ഷെ ആ കെയറിങ് ഉണ്ട്, ആ ഒരു ഇഷ്ടം അവിടെ ഉണ്ട്. ആ രീതിയിൽ വേണം ആ തല്ലൂട്ടം മുന്നോട്ട് പോകാൻ. അതായത് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആ തർക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കേൾക്കുന്നതാണ്, ആദ്യം റിലേഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ കുറച്ച് നാള് കഴിയുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അതൊക്കെ എന്തുകൊണ്ടായിരുന്നു? നമ്മൾ ഇവോൾവ് ചെയ്ത് വരല്ലേ. നമ്മൾ ഡേ വണ്ണിലുള്ള അതുപോലെ തന്നെ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയണ ആ ഒരു ഡേ വണ്ണിലുള്ള ആള് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാവുന്നത്. കാരണം ആദ്യത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ വളരെ ഫോർമൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ലവ് ബോംബിംഗ് ഒക്കെയാണ് അതിനെ പറയാം. അതായത് നമ്മൾ അവരെ പ്ലീസ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർ പറയാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നു. അവരുടെ ബർത്ത്ഡേസും അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അന്ന് എന്നെ എത്രമാത്രം അവന് ഒലിപ്പിച്ച് സംസാരിക്കാറുണ്ട്, എത്ര മണിക്കൂറുകളോളം ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വന്നല്ലോ. അത് ഇവോൾവ് ചെയ്ത് വരും. ആദ്യത്തെ ഡേ 1 നമ്മൾ പരിചയപ്പെട്ട അതേ ആളായിരിക്കില്ലല്ലോ ഇപ്പോഴും ഉണ്ടാവുക. പക്ഷെ ആ സ്നേഹത്തിന്റെ എലമെന്റ് കുറയാതെയുള്ള ഇവോൾവിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പില് നമ്മളിപ്പോ ഒരു ഫിസിക്കലി ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ താല്പര്യം പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഇതിനോട് ടീച്ചർ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ ശരിക്കും? അതായത് സ്നേഹത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ എത്തിപ്പോകാം. കാരണം നമ്മൾ ഈ പഴയ കാലഘട്ടത്തിൽ പറയുന്ന പോലെ വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാതെ ഒന്നും പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വീഡിയോ ഒന്നുമല്ല ഞാൻ. കാരണം ഞാൻ പറയുന്ന ആ സ്നേഹത്തിന്റെ, അതായത് പഴയ കവികളൊക്കെ പാടാറുണ്ട്, മാംസനിബദ്ധമല്ല രാഗം. മലയാളം അറിയോ കുട്ടിക്ക്? ഇല്ല. അജിൻ സാറിന്റെ മോളല്ലേ, അജിൻ സാറിന് ഈ മലയാളം പറഞ്ഞ അറിയുന്നുണ്ട്. മാംസനിബദ്ധമല്ല രാഗം എന്ന് പറഞ്ഞാൽ മാംസത്തിനെ സ്നേഹിക്കുന്നതായിരിക്കരുത് പ്രേമം എന്നാണ് അർത്ഥം. അതായത് ഇവര് പഴയ ആളുകളൊക്കെ പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അവളെ നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കണം, അവളെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് മാറോട് അണയ്ക്കാം, കൂടി വന്ന നെറ്റിയിലൊന്ന് ചുംബിക്കാം, അവിടെ വരെയൊക്കെ സ്നേഹം എത്താൻ പാടുള്ളൂ എന്നാണ് പഴയ ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡില് നമ്മൾ അതും കടന്ന് ആ ഒരു പരിധിയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാം. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ ഒരാളുടെ നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് അധികാരം സ്ഥാപിക്കാൻ നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അയാളെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കണം. അതായത് ഇന്ന് കണ്ട് നാളെ പോയിട്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് ആ ഒരു ബന്ധം ഒരു കുറേ നാളുകൾ, കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈസ് ദ റൈറ്റ് പേഴ്സൺ
എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഇന്റിമസിയിലേക്കൊക്കെ നമ്മൾ കിടക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇന്ന് കണ്ടു നാളെ ഓയോ റൂം എടുത്തു അവിടെ പോയി സ്റ്റേ ചെയ്തു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അതൊക്കെ വെറും പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് ഹുക്കപ്സ് പിന്നെ വൺ നൈറ്റ് സ്റ്റാൻഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ദിവസം നിലനിൽക്കുന്നതാ. ഇല്ല, അതൊന്നും അതിനകത്തൊരു ഇതുണ്ടാവില്ല. ചിലപ്പോ അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നും അല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഹുക്കപ്സും വൺ നൈറ്റ് സ്റ്റേ എന്ന് പറയുന്ന വേർഡ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കോഴികളൊക്കെ. ഈ മറ്റേ ബോബനും മോളിയില് ഹിപ്പിച്ചായന്റെ കഥ വായിച്ചിട്ടുണ്ടാ? ഞാൻ ജനിച്ച കാലം മുതൽ വായിക്കുന്ന ഹിപ്പിച്ചായന് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പെണ്ണുകേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എവിടെയെങ്കിലും ഹുക്കപ്സ്ന്നോ വൺ നൈറ്റ് സ്റ്റേ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഹിപ്പിച്ചായന്മാര് പഴയ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു. ഇന്നുണ്ട്, അന്നുണ്ട്, പണ്ടുണ്ട്, നാളെയുണ്ട്. നമ്മൾ ഇന്ന് അതിന് പേരിട്ട് വിളിക്കണമെന്ന് മാത്രം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങള് എനിക്ക് പറ്റില്ല, ചിലപ്പോ മെഹറിനും പറ്റുന്നുണ്ടാവില്ല. പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പറ്റണവർ ചെയ്യട്ടേന്നേ. 8ന്റെ പണി കിട്ടുമ്പോൾ അവർ പഠിക്കും. അതെ. പക്ഷെ അതിൽ പ്രശ്നം എന്താ പറയുക, അവരല്ല പഠിക്കുക, മറ്റേ ആൾക്കാണ് കൂടുതൽ അഫക്ട് ചെയ്യുക. കാരണം എപ്പോഴും ഏറ്റവും നല്ല പെൺപിള്ളേര് പോയി പെടുക ഇങ്ങനത്തെ ലോക്കൽ അലവലാതി ആൺപിള്ളേരുടെ അടുത്താണ്. ഏറ്റവും ഭംഗിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺപിള്ളേര് പോയി പെടുക കുറെ ലോക്കൽസിന്റെ ഇടയിലാ. ലോക്കൽ എന്ന് ഞാൻ പറഞ്ഞത് പണം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടാ. അലവലാദികളായിട്ടുള്ള ആൺപിള്ളേർക്ക് കിട്ടുന്ന, അലവലാദികൾ ഇൻ ദ സെൻസ് എല്ലാ തെണ്ടിത്തരത്തിന് നടക്കുന്ന ആൺപിള്ളേരുടെ അവരുടെ റിലേഷൻഷിപ്പിലുള്ള പെൺപിള്ളേരെ കണ്ടാൽ നമുക്ക് തോന്നും, അയ്യോ ഇത്ര ഭംഗിയുള്ള പെണ്ണോ, ഇതാണോ അവന്റെ. അങ്ങനെ അത് എന്ത് സംഭവം എനിക്ക് മനസ്സിലാവും. കുളിക്കാണ്ട് നനയ്ക്കാണ്ടൊക്കെ നടക്കുന്ന ചെക്കന്മാരാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം. ഇപ്പഴത്തെ ഫാഷൻ ആയിരിക്കും, പറയാൻ പറ്റില്ല. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ റിലേഷൻഷിപ്പിനെക്കാട്ടിലും കൂടുതൽ കണ്ടുവരുന്നതാണ് സിറ്റുവേഷൻഷിപ്പ്. അതായത് നമുക്ക് ഇവിടെ പോകുമ്പോ, അതായത് ഇപ്പൊ ഇവിടെ ഫ്ലോറിൽ വരുമ്പോ മെഹറിന് ഇവിടെ ഒരാള്, ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോ വേറൊരാള്, വണ്ടിയിൽ കയറുമ്പോ വേറെ, അതല്ലേ ഉദാഹരണ സഹിതം പറയുമ്പോ അതല്ലേ. വീടിന്റെ അടുത്തൊരാള്, കോളേജിൽ പഠിക്കാൻ പോകുമ്പോ ഒരാള്, അല്ലെ? ആ രീതിയിൽ അതാണ് സിറ്റുവേഷൻഷിപ്പ്. പറയൂ. പക്ഷെ നിങ്ങൾ പറയൂ, എന്താണ് സിറ്റുവേഷൻഷിപ്പ്? എനിക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എന്നാലും സ്വന്തം പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് സിറ്റുവേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള എന്താണ് സിറ്റുവേഷൻഷിപ്പ്? ആ ഒരു ബന്ധത്തിനെ പറ്റി അവർക്ക് പറയാൻ അറിയില്ല. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായിടത്തോളം. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കത് റിലേഷൻഷിപ്പ് ആണോ അല്ല, ഫ്രണ്ട്സ് ആണോ അല്ല, ഇതിന്റെ ഒരു ബെസ്റ്റിയുടെ ഒക്കെ തന്നെ ഒരു വേറെ വേർഷൻ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പിന്റെ ഉള്ളിൽ ഒരു ഫിസിക്കൽ ഇന്റിമസി ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്താ സംഭവം? ഈ സിറ്റുവേഷൻഷിപ്പിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ മെഹർ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ വേഷത്തെ എന്നിട്ട് പറയാം കഫ്താനല്ലോ അല്ല, ഇത് ചുരിദാർ പാകിസ്ഥാനി. പാകിസ്ഥാനി. മെഹർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, പാകിസ്ഥാനി ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നു. മെഹർ ഇപ്പൊ ഒരു കോൺവൊക്കേഷൻ സ്റ്റേജിൽ കയറുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും, ട്രിപ്പ് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും, നൈറ്റ് വെയർ ഇടുന്നത് വേറെ ആയിരിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പല പല സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ഇതാണ് മെഹറിന് കംഫർട്ട്, വീട്ടിൽ അതാണ് കംഫർട്ട്, ട്രിപ്പ് പോകുമ്പോൾ അതാണ് കംഫർട്ട്. അപ്പൊ അതായത് സിറ്റുവേഷൻ അനുസരിച്ച് മെഹർ പല പല ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ ഇത്. അതായത് എപ്പോഴും ഒരേ സാധനം തന്നെ ഉപയോഗിക്കുമ്പോൾ അവർ ഭയങ്കര ബോറടിയാണ്. അപ്പൊ അവർക്കും വേണ്ടേ ഒരു വ്യത്യസ്തത. അങ്ങനെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ് പല പല സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇത്തരം സിറ്റുവേഷൻഷിപ്പുമായി നടക്കുന്ന ആളുകളിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതിയെന്ന്. അവരെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തില് ചെന്ന് പെടുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പ്രോപ്പറായിട്ട് തന്നെ അന്വേഷിക്കണം. ഒരാളെ പെട്ടെന്ന് കണ്ടു, അപ്പൊ തന്നെ ഒരു ക്രഷ് തോന്നി, അപ്പൊ തന്നെ അത് ഇൻഫാക്ച്വേഷനായി, ഇൻഫാക്ച്വേഷൻ വളർന്ന് മനസ്സിനുള്ളിൽ മഞ്ഞ് പെയ്യുന്ന സുഖമൊന്നും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ചും ഈ ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റും. പഴയ കാലഘട്ടത്തിൽ അതൊന്നും പറ്റില്ല. ഒരു പ്രേമലേഖനം എഴുതണം, ഒരു സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തു വിടണം, അവരെന്നിട്ട് അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ അടച്ചു വെക്കണം, വീട്ടിൽ അവരെത്തിയിട്ട് അത് തുറക്കുമ്പോൾ ആ പ്രേമലേഖനം വായിക്കണം. എന്ത് വലിയ പ്രൊസീജിയറാണെന്നറിയോ? അതിന്റെ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച അവർ ട്യൂഷൻ ക്ലാസ്സിൽ വരണം, ട്യൂഷൻ ക്ലാസ്സിൽ നോക്കി കണ്ണിൽ നോക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഒക്കെ ക്വിക്കല്ലേ. അപ്പൊ ആ ചീറ്റിങ്ങും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മള് ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ. പിന്നെ നമ്മൾ വീഴാനുള്ളതാണെങ്കിൽ നമ്മൾ വീണിരിക്കും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. വണ്ടി വിളിച്ചിട്ടാ ട്രെയിൻ പിടിച്ചിട്ടൊക്കെ വരാളത് വരും.